നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പിയുടെ വളർച്ചയിൽ സഹാക്കന്മാർ തെല്ലൊന്നുമല്ല പേടിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുപ്രചാരണങ്ങൾ. എന്നാൽ ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുന്ന ഒരു യുവാവിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. നമസ്കാരം, ശ്രീജറായാണ്. ഈ വരുന്ന ജനുവരി 17 സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂർ നടക്കുന്ന സമയത്ത് അതേ സമയത്ത് നടക്കുന്ന ഒരു വിവാഹങ്ങളും മുടങ്ങില്ലെന്ന് പോലീസും ദേവസ്വം ബോർഡും കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ട് പോലും ഇവിടത്തെ മാധ്യമങ്ങൾ കമ്മി കൊങ്ങി സുഡാപ്പികൾ കൈരളി മീഡിയ വൺ എല്ലാം സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ കുടുംബത്തെയൊക്കെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഫേസ്ബുക്ക് വഴി ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ടും അല്ലാതെയുമല്ല സുരേഷ് ഗോപിയുടെ മകളെ നിങ്ങൾ ഇതൊക്കെ ഈ പോസ്റ്ററുകൾ കണ്ടാൽ മനസ്സിലാകും. വളരെ സങ്കടകരമായ രീതിയിൽ അധിക്ഷേപിച്ചിട്ട് പോലും സുരേഷ് ഗോപിയുടെ പേരിൽ ഇന്ന് വന്ന 2 വാർത്തകളുണ്ട്. ഇന്ന് വന്ന 2 പ്രധാനപ്പെട്ട ചാനലിൽ വന്ന വാർത്തകൾ. അതിലൊന്ന് ഇത് ഏഷ്യാനെറ്റിൽ വന്നത്, പാലക്കാട് കൊങ്ങാട് മാതാപിതാക്കൾ മരിച്ച ആ സഹോദരന്റെ സഹോദരിയുടെയും വീടിന്റെ ഭവന വായ്പ സുരേഷ് ഗോപി ഏറ്റെടുക്കുന്നു. അടുത്ത വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മനോരമ ന്യൂസിൽ വന്നാണ്. പത്തനംതിട്ടയിൽ അവിടെ വെള്ളത്തിൽ ജീവിച്ചിരുന്ന, അങ്ങനെ തന്നെ പറയാ, അവർക്ക് വേണ്ടി പുതിയ സ്ഥലം വാങ്ങിക്കൊടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. സ്ഥലം വാങ്ങിച്ച് കൊടുത്ത് ഇനി വീട് വെക്കാൻ വരെ കാര്യങ്ങൾ ചെയ്യുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. എല്ലാം വന്നത് ഇന്നാണ്. നിങ്ങൾ ഈ സുരേഷ് ഗോപിനെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കണ ഇന്ന് പ്രധാനപ്പെട്ട 2 ചാനലിലെ വാർത്ത. അപ്പൊ നിങ്ങൾ എത്ര വേണമെങ്കിലും അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു, എത്ര വേണമെങ്കിലും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കണമെന്ന് പറയുന്നത്. ജയിക്കുകയും ചെയ്യും. തൃശ്ശൂരുകാരെ മണ്ടന്മാരാകൂലിനി. ജനുവരി 17 ഗുരുവായൂരിൽ വച്ചാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നത്. ആ വിവാഹത്തിൽ നമ്മുടെ പ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയപ്പോൾ ഉണ്ടായ ആൾക്കൂട്ടത്തിൽ ഹാലിളകിയിരിക്കുന്ന സഹാക്കന്മാർക്ക് അതത്രയ്ക്ക് സുഖിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഏത് വിധേനയും കുപ്രചാരണങ്ങൾ നടത്തിയിട്ടാണെങ്കിലും സുരേഷ് ഗോപിയുടെ മകളെ അപമാനിക്കുന്ന രീതിയിലാണ് അവർ പലതും പടച്ചുവിടുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ആരോപണങ്ങളിലൊന്നും തകർന്നു വീഴുന്നവനല്ല സുരേഷ് ഗോപി. അതിന്റെ തെളിവ് തന്നെയാണ് ശ്രീ ചേറായി പറയുന്നത് പോലെ ഇന്നലെ പുറത്തു വന്ന 2 വാർത്തകൾ. പാലക്കാട് കൊങ്ങാട് മാതാപിതാക്കൾ മരിച്ച കുട്ടികളുടെ ഭവന വായ്പ സുരേഷ് ഗോപി ഏറ്റെടുത്തു എന്നതായിരുന്നു അതിലൊന്ന്. അടുത്തത് വെണ്ണിക്കുളം സ്വദേശി അംബികയ്ക്ക് സുരേഷ് ഗോപി നൽകിയ സഹായമാണ്. സ്ഥിരം വെള്ളം കയറുന്ന വീട്ടിലായിരുന്നു അംബികയും കുടുംബവും താമസിച്ചിരുന്നത്. എന്നാൽ അവരെയും സഹായിച്ചിരിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി. അതിനാൽ തന്നെ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും സുരേഷ് ഗോപി ഇനിയും ആളുകളെ സഹായിക്കും. എന്നാൽ അത് കമ്മികൾ കുപ്രചാരണം ഇറക്കുന്നത് പോലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലെന്ന് മാത്രം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.